നമുക്ക് ശാന്തമായി കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ ലഭിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിന് വേണ്ടി ദാഹത്തോടെ കണ്ണുകളടച്ച് നിങ്ങളെവിടെയായിരുന്നാലും ഈ സമയത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കണം. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യുഗയുഗാന്തരങ്ങളായി മറച്ചു വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തി തന്നത് കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. ഒരു വെളിപാട് വഴിയാണ് എനിക്കത് ലഭിച്ചത്. വിജാതീയരുടെ ഇടയിൽ അത് സാക്ഷ്യപ്പെടുത്താൻ അവിടുന്ന് അതിൻ്റെ ശുശ്രൂഷകനാക്കി എന്നെ മാറ്റി. ഈ സമയത്ത് വിശുദ്ധ പൗലോസിനോടും പത്രോസിനോടും ചേർന്ന് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാർക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധാത്മാവ് ആത്മരക്ഷയെ സംബന്ധിക്കുന്ന നിഗൂഢമായ സത്യങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കുകയല്ല, ആത്മാവിൽ ഗ്രഹിക്കാനുള്ളൊരു കഴിവ് തരാൻ ഈ സമയത്ത് ആഗ്രഹത്തോടെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാരൂപി സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമാ നവ്യജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവാരൂപിയെ സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ. യേശുവേക വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. യേശുവേക വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഈ മണിക്കൂറിൽ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാതാവേ, ലോകം മുഴുവൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയെ സംബന്ധിക്കുന്ന ബോധ്യങ്ങൾ തന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ സമ്പന്നമാകുവാൻ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മൾ രക്ഷയെ സംബന്ധിക്കുന്ന ബോധ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളുടെ മധ്യത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഭാരം തരുന്ന ചിന്തകളാണ്. നമ്മൾ ദൈവവചനത്തെ ഗൗരവമായി എടുക്കുന്നവരാണെങ്കിൽ ഭാരം വരുന്ന ചിന്തകളാണ്
ഞാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, ഇന്ന് സംസാരിച്ചപ്പോൾ എന്താണ് ചിരിക്കാതിരുന്നതെന്ന് ചോദിച്ചു. ശനിയാഴ്ച ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു മോനെ? അപ്പോൾ അത് എന്തിന്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? ചിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ചിരി വരില്ല. അപ്പോൾ നമ്മളങ്ങനെ ഗൗരവമുള്ള വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആ ഗൗരവത്തിൽ ദൈവവചനത്തെ സ്വീകരിക്കണം. കർത്താവാണിത് പറയുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ ഈ നിത്യനരകം എന്ന ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും വരും. അത് നരകത്തെ ഭയപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് നമുക്കൊരിക്കലും ദൈവത്തെ നഷ്ടപ്പെടരുത് എന്നൊരു വേവലാതി കൊണ്ടാണ്. നമുക്ക് നരകം ഭയപ്പെട്ടിട്ടല്ല, നരകം ഭയപ്പെടേണ്ടത് തന്നെയാണ്, ഭയപ്പെടണമെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും കൊന്ന് നരകത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നവനെ ഭയപ്പെടണം, അതേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടണം. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് നിത്യത വേണം. നിങ്ങൾ ഈ ലോകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് എത്രയോ കാര്യങ്ങൾ മനുഷ്യൻ്റെ ശാസ്ത്രത്തിനും ബുദ്ധിക്കും വിശദീകരിക്കാവുന്നതിനപ്പുറത്താണ്. എത്രയോ കാര്യങ്ങൾ. ഇന്നലെ ഒരു കുഞ്ഞ് ഇവിടെ വന്നിരുന്നു. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത കുഞ്ഞാണ്. പക്ഷേ അവൾ അച്ചാന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉരുകിപ്പോവും, നമ്മുടെ വല്ലാതായി പോവും. ചെറിയ കുഞ്ഞ്, കൈക്കുഞ്ഞാണ്, ചെറിയ കുഞ്ഞ്. പക്ഷേ അറിയാം, അച്ചാന്ന് വിളിക്കും. ഈശോയെന്ന് വിളിക്കും, മോളെ എന്ന് പറയുമ്പോൾ ഈശോയെന്ന് വിളിക്കും. ചെറിയ കുഞ്ഞാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ണിൽ മരുന്നില്ലാത്ത രോഗമാണ്. വിശദീകരിക്കാൻ പറ്റില്ല മനുഷ്യന് എന്തുകൊണ്ട് ഈ കൈക്കുഞ്ഞിന് ഇങ്ങനെ ഒരു രോഗം വരുന്നു. അപ്പോൾ ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ഇല്ലെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമില്ലെങ്കിൽ, റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹോളിൽ നിന്ന് ഒരു 20 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൈക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് വരുന്ന അമ്മമാരിൽ പലരും ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പല കുഞ്ഞുങ്ങളും രോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്കൊന്നും ഒരു ഉത്തരവില്ല. അപ്പോൾ അങ്ങനെ അനീതി നിറഞ്ഞവനല്ല ദൈവം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവം നീതിമാനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ എത്രയോ പേര്, കുറേയധികം ആളുകൾ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കഷ്ടതകളിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഒരു നീതിയില്ല. മാത്രമല്ല, നമ്മൾ ഈ വാർത്തകൾ വായിക്കുമ്പോൾ ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിച്ചു. അത് തുടങ്ങാൻ ആഗ്രഹിച്ചിട്ട് അതിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ച് സാധനങ്ങളെല്ലാം ഇറക്കി, അതിൻ്റെ കെട്ടിടമൊക്കെ പണിഞ്ഞു. എന്നിട്ട് പഞ്ചായത്തിലോ വില്ലേജിലോ അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലോ ഒരു അനുവാദത്തിന് പോയപ്പോൾ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ അത് തരില്ല എന്ന് പറഞ്ഞ് മാസങ്ങളും വർഷങ്ങളും ഇട്ട് നടത്തിച്ചു. ഒടുവിൽ അയാൾ ആത്മഹത്യ ചെയ്തു. നമ്മൾ വെച്ച അളവുകോലുകൾ കൊണ്ടളന്നാൽ എന്ത് നീതിയാണ് ഈ മനുഷ്യന് കിട്ടിയത്? നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ലോകം കൊണ്ട് ജീവിതം തീർന്നാൽ നീതി കിട്ടാതെ മരിച്ച മനുഷ്യരുടെ നിലവിളികൾക്ക് ആര് സമാധാനം പറയും? നീതി കിട്ടാതെ മരിച്ച മനുഷ്യരുടെ നൊമ്പരങ്ങൾക്ക് ആര് ഒരു പൊത്തുപൊരുത്തം ഉണ്ടാക്കും, പരിഹാരം ഉണ്ടാക്കും? അപ്പോൾ അതുകൊണ്ട് സാധാരണ മനുഷ്യൻ്റെ സാധാരണ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. എല്ലാ കണക്കും വീട്ടുന്ന ഒരു കാലം, എല്ലാ കടങ്ങളും വീട്ടുന്നൊരു കാലം, എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടുന്ന ഒരു കാലം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ നമുക്കറിയാം, നമുക്ക് 50, 60, 70, 80, 100, 110 വയസ്സ് വരെ പരമാവധി, ഇത്രയേ ഉള്ളൂ. എത്ര സെലിബ്രിറ്റികൾ അല്ലേ ലോകം ഇങ്ങനെ, അതായത് ഒന്ന് മനുഷ്യനൊന്ന് കണ്ടാൽ മതി, ദൂരെ നിന്ന് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള വലിയ സെലിബ്രിറ്റികൾ ജീവിച്ചു, മരിച്ചു. എവിടെ അവരെവിടെ? ബൈബിൾ പറയുന്നു, അവർ നിന്ന സ്ഥലം പോലും അപ്രത്യക്ഷമായി, കാണാനില്ല. ഇപ്പോൾ ഒരു കാലത്ത് വലിയ മനുഷ്യരെന്ന് വിചാരിച്ചിരുന്നവർ ഇന്നില്ല. ഇന്ന് രാജാവ് നാളെ ജഡം, അങ്ങനെ ബൈബിൾ പറയും. ഇന്ന് രാജാവ് നാളെ ജഡം. അപ്പം ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അപ്പം നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നൊരു മതമാണ് ക്രിസ്തു മതം.
അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 15:19 നമ്മൾ വായിച്ചത്, ഈ ലോകത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചതെങ്കിൽ നിങ്ങൾ ലോകത്തുള്ള മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. യു ആർ സോ അൺലക്കി if you have put your trust in Jesus Christ for this world alone. You are so unfortunate, unlucky. ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. എപ്പോഴും നമ്മളെ നയിക്കേണ്ടത് ആ ചിന്തയാണ്. എന്ത് കാര്യം വരുമ്പോഴും, നമ്മൾ അനീതി നേരിടുമ്പോൾ, നമുക്കെതിരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാം, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞു തന്നത്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. ഈ നിരീശ്വരവാദികൾ പറയും ഇത് മതം കണ്ടെത്തിയ ഒരു സമാധാനമാണെന്ന്. അല്ല, മതം കണ്ടെത്തിയ ഒരു സമാധാനമല്ല, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത്. അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളായി അവശേഷിക്കും. ഒരു യുക്തിവാദിക്കും ഒരു ശാസ്ത്രജ്ഞനും ശാസ്ത്രബോധത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ അവശേഷിപ്പിക്കും ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ഇല്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിത്യത. അപ്പം ഇത് നമ്മുടെ ചിന്തയിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല, ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഈ ലോകത്തിനപ്പുറത്തുള്ളൊരു ജീവിതം അല്ലേ. ഇപ്പം സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് കുറഞ്ഞു. സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ പ്രഭാഷകർ സംസാരിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ സാധാരണ വർത്തമാനത്തിൽ കള്ളം പറയരുത് മക്കളെ, നരകത്തിൽ പോവും. ഇന്ന് അങ്ങനെ പറയുന്ന എന്തോ ഒരു കുറ്റമായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. സ്വർഗം, നരകം, അപ്പോൾ അത് അല്ല ഈശോയ്ക്ക് പ്രയാസമാവും, കർത്താവിന് വേദനിക്കും. ഇന്നങ്ങനെ പറയുന്നില്ല. ഇന്ന് പറയുന്നത് ബഹളം വെക്കരുത്, മാടം വരും, മറുത വരും, ഇങ്ങനെ പറയുന്നത്. ഇവർ തന്നെ വരുമെന്ന കാര്യം പറയുന്നത്. ഞങ്ങൾ അടുക്കളയിൽ പോയിട്ട് വേറൊരു ഭാവത്തിൽ വരും. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്, ദൈവവചനം കണ്ണാടിയാണ്, ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ കാണുമ്പോൾ ഈ പോക്ക് എങ്ങോട്ടാ? നരകത്തിലേക്കാണ്. ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാനിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിലേ അവസാനിക്കും. ഇതെനിക്കൊരു ഭാരം തരണം. ആ ഭാരത്തിൽ നിന്ന് ഞാൻ വിളിക്കണം. എന്താ? ചുങ്കക്കാരനെ പോലെ, കർത്താവേ ഞാൻ പാപിയാണ്, ഐ എം ഹോപ്പ്ലെസ് ആൻഡ് ഗുഡ് ഫോർ നത്തിങ്, ഞാൻ ഒന്നുമില്ല, നീ രക്ഷിച്ചാലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് കിട്ടുന്ന എങ്ങനെ നമുക്കിനി ചിന്തിക്കാൻ പോകുന്ന അതാണ്. നമ്മൾ രക്ഷയുടെ വഴികൾ എന്താണ് അറിയാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് നമ്മൾക്കൊന്ന് അടുക്കി മനസ്സിലാക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വേഗം വായിക്കാം. അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് കണ്ടോ, ഘട്ടമാണ്. രക്ഷയുടെ പ്രോസസ്സാണിത്. അതായത് നമ്മൾ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നത്, അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി. ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടത്. അപ്പോൾ ഫൗണ്ടേഷണൽ ട്രൂത്ത് ഓഫ് ക്രിസ്ത്യാനിറ്റി ആണ് ഈ പറയുന്നത്. അടിസ്ഥാന തത്വങ്ങൾ, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാന തത്വങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് അല്ലെങ്കിൽ അനുതാപം. ഞാൻ പറയുകയാണ്, രക്ഷയുടെ വഴികൾ പറയുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, അനുതാപം, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്. 2, ദൈവത്തിലുള്ള വിശ്വാസം. കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ അനുതാപം, വിശ്വാസം. പിന്നീട് എന്താണ്? ജ്ഞാനസ്നാനം, മാമോദീസ. പിന്നീട് എന്താണ്? കൈവെപ്പ്. കൈവെപ്പ് എന്ന് പറഞ്ഞാൽ അനോയിൻറ്റിങ്, കൈവെപ്പ്. കൈവച്ച് അപ്പസ്തോലന്മാർ എന്തിനാണ് കൊടുത്തേ? പരിശുദ്ധാത്മാവിനെ. എന്ന് പറഞ്ഞാൽ മാമോദീസ കഴിഞ്ഞ് അടുത്തത് സ്ഥൈര്യലേപനം, മൂറോനഭിഷേകം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കൈവെപ്പ്. മനസ്സിലായോ? അപ്പോൾ കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം, വിധി. ഈ കാര്യങ്ങളാണ് അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ രക്ഷയുടെ ആദ്യത്തെ ഫൗണ്ടേഷൻസ്, നമ്മുടെ അടിസ്ഥാനം ഇതാണ്. അപ്പോൾ ഇത് തിരിച്ചറിയാം, നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. അനുതാപം. അപ്പോൾ നമ്മൾ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവണം? അനുതാപം ഉണ്ടാവണം. അതാണ് അതിനെക്കുറിച്ച് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അതായത് നമ്മൾ നല്ലവരല്ല എന്ന തിരിച്ചറിവ്, യേശുവിലൂടെ മാത്രമേ രക്ഷപ്പെടൂ എന്ന ബോധ്യം, നമ്മുടെ പാപമുണ്ട് എന്ന തിരിച്ചറിവ്. നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും ദൈവത്തിൻ്റെ കണ്ണിൽ എന്താണ്? മുഷിഞ്ഞ വസ്ത്രം പോലെയാണ്.
അങ്ങനെ പറയുന്നുണ്ട്. എടുത്ത് വായിച്ചോ, യെശയ്യാ പ്രവചനം എടുക്ക്. അതായത് നമ്മുടെ ഏറ്റവും നല്ല ഈ തിരുവനന്തപുരത്തുള്ള വീടില്ലാത്ത എല്ലാവർക്കും ഞാൻ വീട് വെച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ പ്രവൃത്തി ഞാനൊരു നല്ല പ്രവൃത്തിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ കണ്ണിൽ ആ പ്രവൃത്തിയുടെ വില? ഈ യെശയ്യാ 64:6, ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധരെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. കണ്ടോ, ദൈവത്തിൻ്റെ കണ്ണിൽ ഇത് മലിനവസ്ത്രം, ഫിൽത്തി റാഗ്, മലിനവസ്ത്രം നമ്മുടെ സൽപ്രവർത്തികൾ. ഇത് തന്നെ ഈശോ പറയുന്നുണ്ട്. ലൂക്ക 16 എടുത്തേ, ലൂക്ക 16:15. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. അതുകൊണ്ടാണ് ജോബ് നിലവിളിച്ചത്, കർത്താവേ, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുകയാണ്, അതുകൊണ്ട് ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് നിലവിളിക്കുന്നു. ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനന്തപുരി കൺവെൻഷൻ ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ കേട്ടാൽ മതി. ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്താണ്? അതായത് ജോബ് ഒരു നല്ലവനാണെന്ന് ആരൊക്കെ പറഞ്ഞു? ദൈവം പറഞ്ഞു നല്ലവനാണെന്ന്. ജോബ് നല്ലവനാണെന്ന് സാത്താൻ പറഞ്ഞു. ജോബ് നല്ലവനാണെന്ന് ഈ ഗ്രന്ഥകാരൻ പറഞ്ഞു. അവനെ പോലെ നല്ലവനാ ദേശത്തുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ജോബ് നല്ലവനാണെന്ന് ജോബും പറഞ്ഞു. അങ്ങനെ എല്ലാവരും 4 പേരാണ് അറ്റസ്റ്റ് ചെയ്തത് ഇവൻ നല്ലവനാണെന്ന്. പക്ഷെ അവൻ ഒരിക്കൽ ദൈവത്തെ കണ്ടു. ഒരിക്കൽ ദൈവത്തെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം നിന്നെ കണ്ടപ്പോൾ ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. കാരണം മനസ്സിലായി ഞാൻ പാപിയാണ്. അത്രയും പെർഫെക്റ്റ് ആണെന്ന് ബൈബിൾ പറഞ്ഞ ഒരാളാണ് ഈ പറയുന്നത്. ഞാൻ അശുദ്ധനാണ്. അതുകൊണ്ടാണ് പത്രോസ് ഈശോ വഞ്ചി കയറിയപ്പോൾ പറഞ്ഞത്, ഞാൻ പാപിയാണ്, നീ അകന്നു പോണേ. അതുകൊണ്ടാണ് യെശയ്യാ പറഞ്ഞത്. യെശയ്യാ 5-ാം അധ്യായത്തിൽ ഏതാണ്ട് 9 കൂട്ടം ആളുകളെ ഇങ്ങനെ പേര് പറഞ്ഞ് നീ നിനക്ക് ദുരിതം എന്നെല്ലാം പറഞ്ഞ് എനിക്ക് കുഴപ്പമില്ലാത്തവൻ എന്ന് വിചാരിച്ചിരുന്നൊരു മനുഷ്യൻ യെശയ്യാ 6-ാം അധ്യായത്തിൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, അയ്യോ അയ്യോ എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവനാണ്, സൈന്യങ്ങളുടെ കർത്താവിനെ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഞാൻ നശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. സൂര്യൻ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ നമുക്ക് കൊഞ്ഞനം കുത്താം, കളിയാക്കാം, സൂര്യനെ നമുക്ക് ആക്ഷേപിക്കാം താഴെ നിന്ന്. സൂര്യൻ നമുക്ക് സൂര്യ, അളിയ എന്നൊക്കെ വേണേൽ വിളിക്കാം സൂര്യനെ. പക്ഷെ അടുത്ത് പോയാൽ വിവരം അറിയും. ഈ സ്റ്റഫ് വെച്ച് സൂര്യൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള ഈ സ്റ്റഫ് വെച്ച് സൂര്യൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, കത്തിപ്പോവും. മനസ്സിലാവുന്നില്ലേ? നമുക്ക് ദൈവത്തെക്കുറിച്ച് ദൈവഭയം അത് പറയുന്നുണ്ട്. ഈ മോശയോട് ദൈവം പറയുന്നുണ്ട്, സീനായി മലയിൽ ഇറങ്ങി വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ പ്രതാപത്തിൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ, മോശേ, ഞാൻ അങ്ങനെ ഇറങ്ങി വരുന്ന എന്തിനെന്നറിയാമോ? എൻ്റെ ആ മഹത്വത്തിൽ ഞാൻ ഈ മലയിൽ ഇറങ്ങി വരുന്നതിൻ്റെ കാരണം 2 കാരണത്തിന് വേണ്ടിയാണ്. മോശയോട് പറയണം, ഒന്ന്, ഇതെല്ലാം നീ ആ ജനത്തോട് പറയുമ്പോൾ അതെല്ലാം നിന്നോട് പറഞ്ഞത് ഞാനാണെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടി, അതിനാണ് ഞാൻ ഇറങ്ങി വരുന്നത്. നീ എൻ്റെ വിശ്വസ്ത ഭൃത്യനായ നീ ആ ജനത്തോട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ മോശ കയ്യിൽ നിന്നിട്ട് പറഞ്ഞാണോന്ന്. ഇത് ഞാൻ പറഞ്ഞാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇറങ്ങി വരാൻ പോവാണ്. രണ്ടാമതായിട്ട് ദൈവം പറയും, അവരിൽ ദൈവഭയമുളവാക്കാൻ ഞാൻ ഇറങ്ങി വരികയാണ്. ദൈവഭയം ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടൊരു സാധനം അതാണ്, ദൈവഭയമില്ല. അപ്പോൾ ഈ ദൈവഭയം, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല നമുക്ക്. അതാ ദൈവഭയം. വി ആർ അൺവർത്തി, സോ മിസറബിൾ, അൺവർത്തി, വി കൗണ്ട് അവേഴ്സെൽസ് അൺവർത്തി. എനിക്ക് നിൽക്കാൻ പറ്റില്ല. കർത്താവേ, ഈ സൂര്യനടുത്ത് നിൽക്കാൻ പറ്റില്ല, ഞാൻ കത്തിപ്പോവും. അപ്പം ഈ തിരിച്ചറിവാണ് നമുക്ക്. വൈദ്യനെ ആവശ്യമുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ സൂര്യന് മുമ്പിൽ സൂര്യനെ പോലെ തന്നെ നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആള് നമ്മളെ കവർ ചെയ്താലേ, ആ ആളുടെ അകത്ത് നമ്മളെ എടുത്തു വെച്ചാലേ നമുക്ക് കത്തിപ്പാതെ നിൽക്കാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? രക്ഷയുടെ വില, ഈശോയുടെ വില അവിടാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ ഞാൻ നരകത്തിൽ അവസാനിക്കും എന്ന് വിശ്വസിച്ചോണം. യേശു ഇല്ലെങ്കിൽ, വിത്തൗട്ട് ജീസസ് ഐ വിൽ എൻഡ് അപ്പ് ഇൻ ഹെൽ. ഇവിടാണ് യേശുവിൻ്റെ വില. ഇതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയേണ്ടത്. കാരണം എന്താണ്? ക്രിസ്തു ഇല്ലെങ്കിൽ ഈ ചേട്ടൻ നരകത്തിൽ പോവും.
കാരണം നമുക്ക് പരിശുദ്ധിയുടെ പരിപൂർണതയുടെ മുമ്പിൽ, ഈ സൂര്യ തേജസ്സിന് മുമ്പിൽ അശുദ്ധിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അനുതാപം വരുന്നത് നമ്മൾ വർത്തിയല്ല എന്ന് എപ്പോഴും ചിന്തിച്ചോണം. ചിന്തിക്കുകയല്ലത്, തിരിച്ചറിവാണ്. ചുമ്മാ ഇങ്ങനെ ആക്റ്റീവ് അല്ലത്. എനിക്ക് ഒന്നുമില്ല, അതല്ല. ചുമ്മാ അഭിനയിക്കുന്നല്ലത്. മറിച്ച് അകത്ത് ഈ സാധനം വരണം. എന്താണ്? ഒന്നുമില്ല. നമ്മൾ ചെയ്ത നമ്മുടെ മനസ്സ്, ഞാൻ പറഞ്ഞില്ലേ, മനസ്സൊരു കൗശലക്കാരനാണ്. മനസ്സെന്ത് പറഞ്ഞു തരും? നമ്മൾ ചെയ്ത നന്മകളെല്ലാം ഓർമ്മിപ്പിച്ച് തരും. നമ്മൾ ചെയ്ത നന്മകൾ മാത്രമേ മനസ്സ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കൂ. മുൻ സീറ്റിലിരുത്തുന്ന ആരെയാണ്? നന്മകളെയാണ്. എന്നിട്ട് ബാക്കി നമ്മൾ ചെയ്ത സകല കൊള്ളരുതായ്മകളെ അടി കൊണ്ട് പാത്തു വെക്കും മനസ്സ്. എന്നിട്ട് മനസ്സ് നമ്മളോട് പറയും, നീ ഒരു നല്ലവനാന്ന് പറയും. വിശ്വസിക്കരുത്, നമ്മൾ നല്ലവരല്ല. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നമുക്ക് നന്മയില്ല. സത്യത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ അബദ്ധവും തിന്മയുമാണ്. അപ്പോൾ ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് എന്താ ഉണ്ടാവുന്നേ? അനുതാപം. ഇതാണ് രക്ഷയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. എന്ത് സംഭവിക്കുക? വിശ്വസിച്ചാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് തുടങ്ങരുത്. അനുതപിച്ചിട്ട് വിശ്വസിച്ചാൽ രക്ഷപ്പെടും. അങ്ങനെയാണ് സുവിശേഷം ആരംഭിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ എന്താ പറഞ്ഞത്? മനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കണ്ടോ? ഒരു പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രസംഗമാണത്. ഈ പ്രസംഗം ആരംഭിക്കുന്നത് റിപ്പന്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അനുതപിക്ക്. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? അനുതാപം എന്ന് പറഞ്ഞാൽ, കർത്താവേ ഞാൻ നശിച്ചു. ഇതാണ് അനുതാപം. ഇത് എപ്പോഴാ? ഈ വിശ്വാസം ഏറ്റു പറയുന്ന ഒരു സമയത്ത് മാത്രം വരേണ്ട സാധനമാണോ? അല്ല, മരണം വരെ. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി, ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് സ്ക്രൂപ്ലസ് കോൺഷ്യൻസ് ആയിരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആളുകൾ എനിക്ക് കുഴപ്പമാണെന്ന് ചിന്തിക്കുന്ന സ്ക്രൂപ്ലസ് പേഴ്സണാലിറ്റി, ആ ഡിസോർഡർ ആയിരുന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഫ്രാൻസിസ് അസീസിക്ക്. അങ്ങനെ പറയുന്ന വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നറിയാം, അതല്ലിത്. മറിച്ച് ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ, ഫ്രാൻസിസ് അസീസി മരിക്കുന്നതിൻ്റെ തലേരാത്രിയിലും എഴുന്നേറ്റിരുന്ന് കരഞ്ഞു, അയ്യോ ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞിട്ട്. കൊച്ചു ത്രേസ്യ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു, നോക്കുക ഞാൻ എത്ര അഹങ്കാരിയാണ്. അതുകൊണ്ടാണ് പരിസയരുടെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് മനസ്സിലാവാത്ത ഉപമകളിൽ ഒന്നാണ് പരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. പരിസയം പറഞ്ഞു, ഞാൻ കർത്താവേ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞാൻ നല്ലവനായതുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അയാൾ പറഞ്ഞൊന്നും നുണയായിരുന്നില്ല. അയാൾ ചെയ്യുന്നത് മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. അയാൾ പറഞ്ഞൊന്നും കള്ളമല്ല കേട്ടോ. പക്ഷെ ആ ചുങ്കക്കാരൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല കർത്താവേ, എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞു. ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും റെവല്യൂഷണറിയായ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നാണ് ഈശോ പറഞ്ഞത്. ഏറ്റവും വിപ്ലവാത്മകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി. നോക്ക്, അയാൾ എന്ത് ചെയ്തു? എന്ത് യോഗ്യതയുണ്ട് ഇവന്? ഒറ്റ യോഗ്യതയുള്ളൂ. എന്താണ്? ഹൃദയം കീറി കരഞ്ഞു, പാപിയാണ് എന്ന് പറഞ്ഞു. സോ ജസ്റ്റിഫിക്കേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നീതീകരിക്കപ്പെടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് മാമോദീസ സ്വീകരിച്ച നമ്മൾ നീതീകരിക്കപ്പെട്ടു. ആ നീതീകരിക്കപ്പെട്ടത് ഇന്ന് ലൈവ് ആവണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാവണം എന്നറിയാം? റിപ്പൻറ്റൻസ് ഇല്ലാതെ പറ്റില്ല, അനുതാപം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഓരോ മോമെൻറ്റിലും, അപ്പോൾ നമുക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുമ്പസാരിക്കാൻ ഒരു അവസരമുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ചാൽ യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. എന്നും കുഴപ്പമല്ലേ ഉള്ളൂ. ഒരു ദിവസം തന്നെ 5 തവണ കുമ്പസാരിച്ചാലും പിന്നെയും കുഴപ്പമാണ്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് കുഴപ്പമില്ല എന്നൊരു ചിന്ത അങ്ങനെ കയറിയിട്ടുണ്ട്. അതങ്ങനെ വലിയ കുഴപ്പമില്ല, ഈ ആഴ്ച അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയല്ല. വലിയ വിശുദ്ധരൊക്കെ, പാദ്രി പിയോ പുണ്യാളൻ ഒരു ദിവസം 12 തവണ കുമ്പസാരിച്ച ദിവസങ്ങളുണ്ടെന്ന് പറയുന്നു. സ്ക്രൂപ്ലസ് കോൺഷ്യൻസ് ആയിട്ടാണോ? അങ്ങനെയല്ല. മറിച്ച് ഈ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല പിന്നെ. കാരണം നമ്മൾ ചിന്തയിലും എല്ലാം മുഴുവൻ തെറ്റ് മാത്രമേ ഉള്ളൂ. ഞാനൊരു വിഷാദാത്മകമായ ആത്മീയത പഠിപ്പിക്കുകയല്ല, ഇതാണ് സത്യം. ഒരു പെസിമിസ്റ്റിക് വ്യൂ പോയിന്റ് ഉണ്ടാക്കി തരികയല്ല, നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തെ തകർക്കുകയല്ല, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ നശിപ്പിക്കുകയല്ല. ദിസ് ഈസ് ദ റിയാലിറ്റി about which we have to be convinced. This is the reality. അപ്പോൾ നമ്മൾ അനുതാപം. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാ? യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ
യേശു ജെറുസലേമിലേക്ക് വന്നു. അപ്പോൾ മുതൽ അവൻ പ്രസംഗിച്ചു തുടങ്ങി. എന്താണ് പ്രസംഗിച്ചു തുടങ്ങിയത്? സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിച്ച്. So the starting point of the gospel is repentance. വിശ്വാസമല്ല വിശ്വസിച്ച് രക്ഷപ്പെടുക. നോ, അനുതപിച്ചിട്ട് വിശ്വസിക്കുക. അനുതപിച്ചിട്ട്. അതായത് എൻ്റെ ഒരു സ്വാഭാവിക കഴിവ് കൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല, എന്നെ പാപമേ ഉള്ളൂ. കണ്ടിന്യൂസ് റിപ്പൻറ്റൻസ്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഒറ്റ തവണത്തെ അനുതാപമല്ല, എന്നും അനുതാപം, എന്നും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ മലങ്കരയിൽ കുർബാന തുടങ്ങുമ്പോൾ ദൈവമേ നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണം 51 സങ്കീർത്തനം ചൊല്ലി തുടങ്ങുന്നത്. കാരണം നമുക്ക് പാപമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അനുതാപം ഒന്നാമത്തേത്. രണ്ടാമത്തേത്, രക്ഷയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഇതൊക്കെ ഞാൻ വചനങ്ങൾ എടുക്കുന്നില്ല, ഇതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഫെമിലിയറായ വാക്കുകളാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അല്ലേ? വിശ്വാസം. 1-2 വാക്യങ്ങൾ എടുത്ത് വായിച്ചു. യോഹന്നാൻ 3:18. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തത് മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടില്ല, നരകത്തിൽ പോവില്ല. അവൻ്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്ന എന്താണ് അതിൻ്റെ പ്രോസസ്സ് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ അവനിൽ വിശ്വസിക്കണം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. 3:36 വായിക്കേ. യോഹന്നാൻ 3:36 ഉറക്കെ വായിക്കേ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16:14 മുതൽ വായിക്കും. മർക്കോസ് 16:14 മുതൽ വായിച്ചേ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസം ക്ലിയർ ആണല്ലോ. അപ്പോൾ അനുതാപം, വിശ്വാസം. അനുതാപത്തെക്കുറിച്ച് ഒരു വചനം വായിക്കണോ? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പശ്ചാത്തപിക്കുവിൻ. കണ്ടോ? അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മുമ്പ് എന്താ സംഭവിക്കേണ്ടത്? പശ്ചാത്താപം. അപ്പോൾ ഒന്നാമത്തേത് അനുതാപം, രണ്ടാമത്തേത് യേശുവിലുള്ള വിശ്വാസം. മൂന്നാമത്തേത് എന്താണ്? എന്താ നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞ ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന മൂന്നാമത്തേത് മാമോദീസ. എടുത്ത് വായിക്ക്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. അതായത് മാമോദീസ, രക്ഷയുടെ പ്രോസസ്സ് പറയുകയാണ്. അനുതാപം, യേശുവിലുള്ള വിശ്വാസം, മാമോദീസ. അപ്പോൾ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമുക്ക് മറ്റൊരു വാക്യം എടുക്കാം. തീത്തോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മാമോദീസായും രക്ഷയും തമ്മിലുള്ള ബന്ധം. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അതെന്ന് പറഞ്ഞാൽ രക്ഷ. അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് എന്ന് പറഞ്ഞാൽ ആ രക്ഷ നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. കണ്ടോ? സ്നാനത്താലത്രേ എന്ത് തന്നത്? രക്ഷ തന്നത്. അപ്പം രക്ഷയുടെ പ്രോസസ്സിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് മാമോദീസ. അത് ഒരു ഘട്ടമാണത്, മാമോദീസ. അതുകൊണ്ട് ആയില്ല. അപ്പോൾ അനുതാപം, വിശ്വാസം,
മാമോദീസ. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് വിശ്വാസം എന്ന് പറയുമ്പോഴും ഒരിക്കൽ മാത്രം വിശ്വസിച്ചു എന്നല്ല. എപ്പോഴും, ഉദാഹരണത്തിന് തന്നിൽ വിശ്വസിക്കുന്ന, ഇതൊന്ന് കേട്ടെ, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയാണെന്നറിയാം? അതിൻ്റെ ഒറിജിനൽ ഇങ്ങനെയാണ്. അതായത് തന്നിൽ വിശ്വസിക്കുന്ന എന്നല്ല, തന്നിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെയാ. കീപ്പ് ഓൺ ബിലീവിങ്, അങ്ങനെയാണ് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ. അപ്പോൾ അവനിൽ മരണം വരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാം. ജീവിതത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ജലാശയത്തിനരികിൽ നിന്ന് വിശ്വാസം ഏറ്റു പറയുന്നതല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് അപ്പസ്തോലിക സഭകളിൽ വിശ്വാസ പ്രമാണം എല്ലാ പ്രാർത്ഥനകളിലും ചേർത്തിട്ടുള്ളത്. എന്തിനാണത്? കീപ്പ് ഓൺ ബിലീവിങ്. ഓരോ തവണ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴും നമ്മൾ ഈ വിശ്വാസം ഏറ്റുപറയുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം കുർബാനയിലുള്ളത്, കൊന്തയിലുള്ളത്, കരണക്കൊന്തയിലുള്ളത്, എല്ലാം വിശ്വാസപ്രമാണം. എന്തിനാ ചൊല്ലുന്നത്? അത് ഈ വിശ്വാസം, സഭ ഔദ്യോഗികമായി ഏത് കാര്യത്തിന് സമ്മേളിക്കുമ്പോഴും സഭ എന്ത് ചെയ്യും? സഭ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കും. മാമോദീസായിൽ വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്, കൂദാശകളിൽ വിശ്വാസം ഏറ്റു, കുർബാനയിൽ വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്. അപ്പോൾ അത് കീപ്പ് ഓൺ ബിലീവിങ് ആണ്. അത് മനസ്സിലായി. ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വിശ്വസിക്കുകയല്ല, എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് വിശ്വാസം എപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുക. ഒരു വാക്യം വായിച്ച്, ഹെബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 14-ാം വാക്യം. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. കണ്ടോ? ആദ്യ വിശ്വാസത്തെ എവിടം വരെ? അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൽ പങ്കാളികളാവുകയുള്ളൂ, അല്ലേ? ഇനി ഒരു വാക്യം കൂടെ വായിച്ചേ, മാമോദീസയെ കുറിച്ച്. 1 പത്രോസ് 3-ാം അധ്യായം 18 മുതൽ വായിക്കാം. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആത്മാവോടുകൂടി ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകമണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. കണ്ടോ? മാമോദീസായിലൂടെ രക്ഷ, അതിനുള്ള വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ ജലത്തിലൂടെ അവർ രക്ഷ പ്രാപിച്ചു. ആര്? ആ 8 പേര്. ആ 8 പേര്, നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ രക്ഷ പ്രാപിച്ചത് ജലത്തിലൂടെയാണ്. ആ ജലത്തിലെ പെട്ടകത്തിലൂടെയാണ്. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ രക്ഷയുടെ പ്രോസസ്സ്: 1 അനുതാപം, 2 വിശ്വാസം, 3 മാമോദീസ, 4 കൈവപ്പ്. കൈവപ്പ് നമ്മൾ നേരത്തെ വായിച്ചു ഓർക്കുന്നില്ലേ ഹെബ്രായ ലേഖനത്തിൽ? കൈവപ്പ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ അഭിഷേകം. അതാണ് 4ാമത്തെ പ്രോസസ്സ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ നൽകപ്പെട്ടത്. അത് ആക്റ്റീവ് ആവണം. ഒരിക്കൽ സ്ഥൈര്യലേപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. അത് എന്താണെന്ന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് തിരിച്ചറിയണം. ആത്മനിറവിൽ വളരണം. സ്ഥൈര്യലേപനത്തിലൂടെ നിക്ഷേപിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വളരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. ആത്മനിറവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഞങ്ങൾ സ്ഥൈര്യലേപനം സ്വീകരിച്ചവരാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അബദ്ധമാണ്, മണ്ടത്തരമാണ്. ഒറ്റ ചോദ്യം കൊണ്ട് അവരെ നേരിടാം. ഒറ്റ ചോദ്യമുള്ളൂ: നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ പാപത്തെ ജയിക്കാൻ പറ്റുന്നുണ്ടോ? പരിശുദ്ധാത്മാവില്ലാതെ അത് പറ്റില്ല. പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. അത് ഈശോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈശോ ഏത് കോണ്ടക്സ്റ്റിലാണ്? അപ്പം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണം, അച്ഛൻ പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചാൽ എന്നോട് വളരെ കുറച്ച് പേര് അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അവരോട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്: എന്തിനാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് എന്തിനാ? വാട്ട് ഫോർ? പരിശുദ്ധാത്മാവ് എന്തിനീ പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്ന് പറഞ്ഞാൽ എന്തിനാ? അതിന് കറക്റ്റായിട്ട് കർത്താവ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് കർത്താവ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പറ, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. എന്തൊക്കെ എൻ്റെ കൽപ്പന? ശത്രുക്കളെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കണം,
അല്ലേ? 1 മൈൽ ദൂരം പോകും. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതിനിടയ്ക്ക് ഒരു സൈലൻസ് ഉണ്ട്. ആ സൈലൻസ് വാചാലമാണ്. ആ 2 വാക്യങ്ങൾ ചേർത്തിരിക്കുന്നുണ്ട്. നമുക്ക് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. എന്താ പറയുക? അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കണം. പഴയ നിയമത്തിൽ എത്ര കൽപ്പനയുണ്ട്? 613. ഞാൻ ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടു, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ പഴയ നിയമത്തിലെ 613 കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഒരു പ്രത്യേക കാലഘട്ടം, ഏതാണ്ട് 1 വർഷമോ മറ്റോ, അയാൾ യഹൂദരുടെ നിയമങ്ങൾ മുഴുവൻ പാലിക്കാൻ ശ്രമിച്ചിട്ട് ഈ മനുഷ്യൻ അതിങ്ങനെ ഓരോ ദിവസം റെക്കോർഡ് ചെയ്യുകയാണ്, ഏതെല്ലാം നിയമങ്ങൾ പാലിക്കാൻ പറ്റി. ആ വർഷത്തിൻ്റെ അവസാനം അയാൾ ഇങ്ങനെയാണ് എഴുതുന്നത്: യഹൂദരുടെ ഈ 613 നിയമങ്ങൾ പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനും പാലിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഈ ശുദ്ധീകരണത്തിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് പീരീഡ്സ് ആണെങ്കിൽ അവർ ആ കട്ടിലിരുന്നാൽ ആ കട്ടിലെ പുള്ളിക്ക് പോയിരിക്കാൻ പറ്റില്ല, അയാൾ അശുദ്ധനാവും. അയാൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം അതാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അത് പോയി. കസേര ഇരിക്കാൻ പറ്റില്ല, വൈഫ് തൊട്ടൊന്നും തൊടാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ 613 നിയമങ്ങൾ അത് പറ്റില്ല. അയാൾ പറഞ്ഞു ഇത് മനുഷ്യനെ കൊണ്ട് പാലിക്കാൻ പറ്റില്ല. ഇനി കേട്ടോ, അങ്ങനെയാണെങ്കിലേ പുതിയ നിയമത്തിൽ എത്ര നിയമം ഉണ്ടെന്നാണ് പറഞ്ഞേ? 11,000-ത്തിലധികം നിയമങ്ങളുണ്ട്. 11,000-ത്തിലധികം നിയമങ്ങൾ. എഴുന്നേറ്റ് ഓടണമെന്നെല്ലാം തോന്നുന്നുണ്ടോ? 11,000-ത്തിലധികം നിയമങ്ങൾ പുതിയ നിയമത്തിൽ. ആ 11,000-ത്തിലധികം നിയമങ്ങൾ ഒരു കീറാമുട്ടിയായിട്ട് ഗിരിപ്രഭാഷണം മാത്രം വായിച്ചു നോക്കിയാൽ നമ്മളെ കൊണ്ട് ദൈവമേ ഇത് പറ്റുമോ? ഇത് നമുക്കറിഞ്ഞൂടെ? അങ്ങനെ നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ഉടനെ അതിൻ്റെ റെസ്പോൺസ് എന്താണ്? ഹല്ലേലൂയ അല്ല. അതിൻ്റെ റെസ്പോൺസ് എന്താ? ഷോക്കാണ്, സൈലൻസ് ആണ്. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഇങ്ങനെ ചിന്തിച്ചു, അതെങ്ങനെ പറ്റും? മറ്റേ തന്നെ ഒക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഇതെങ്ങനെ പറ്റും? അതാണ് ആ സൈലൻസ്. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞ് വിഷമിക്കേണ്ട, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങളുടെ അടുക്കിലേക്ക്, ഹോളി സ്പിരിറ്റിനെ വാഗ്ദാനം ചെയ്യുന്നത് വിശുദ്ധ ജീവിതത്തിനുള്ള സഹായമായിട്ടാണ്. അല്ലാതെ നമ്മുടെ ജിംനാസ്റ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഭൂ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് വിശുദ്ധ ജീവിതത്തിന് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായാൽ അയാളെ സഹായിക്കാനാണ് എന്ത്? പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈസ് പ്രോമിസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹോളി ലൈഫ്. ഹോളി സ്പിരിറ്റ്, ഹോളി പരിശുദ്ധാത്മാവ് പരിശുദ്ധ ജീവിതത്തിന് സഹായിക്കുന്ന ആത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ വൺ ഹൂ മേക്സ് യു ഹോളി. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാതെ പറ്റുമോ? പറ്റില്ല. പ്രോസസ്സ്: അനുതാപം, വിശ്വാസം, ജ്ഞാനസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം. രക്ഷയുടെ വഴികളാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സമയം പോവാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കഴിഞ്ഞു, മാമോദീസയും കഴിഞ്ഞു, തീർന്നോ ജീവിതം? ഇനിയും നമ്മൾ വീഴുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ രക്ഷയിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന 2 ഘടകങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 1 പാപക്ഷമ, 2 വിശുദ്ധ ജീവിതം. ഈ 2 കാര്യങ്ങൾ, 1 ഫൊർഗിവ്നെസ്, 2 ഹോളിനെസ്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? 1, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകൾക്കും നിരന്തരമായൊരു കഴുകൽ ആവശ്യമുണ്ട് രക്ഷയിൽ പ്രവേശിക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പം നമ്മൾ മാമോദീസ സ്വീകരിച്ചു, നീതീകരിക്കപ്പെട്ടു, പിന്നെ നമ്മൾ മുന്നോട്ട് പോവാണ്, പരിശുദ്ധാത്മാഭിഷേകം മുന്നോട്ട് പോവാണ്. തെറ്റുകൾ വരുമോ? തീർച്ചയായിട്ടും വരും. കാരണം ഈ ജഡത്തിൽ പാപമല്ലാതെ വേറെ ഒന്നുമില്ല. തെറ്റുകൾ വരും. അങ്ങനെ തെറ്റുകൾ വരുമ്പോൾ നിരന്തരമായൊരു കഴുകൽ ആവശ്യമാണ്. ആണോ? അതെങ്ങനെ നടക്കും? കുംഭസാരം, പാപക്ഷമ, ചെയ്തു പോകുന്ന പാസ്റ്റ് സിൻസിൻ്റെ മോചനം, റെമിഷൻ, അതെവിടെ നടക്കും? കുംഭസാരത്തിലൂടെ നടക്കും. 2 വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള പരിശ്രമം, അത് പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പോൾ ഇത് 2മാണ് മാമോദീസയ്ക്ക് ശേഷം നമ്മളെ സഹായിക്കുന്ന 2. 1 പാപക്ഷമ, കുംഭസാരത്തിലൂടെ പ്രാപിക്കണം. വിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തി, അത് വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേട്ടോണം, വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ, ബൈബിൾ പറയുന്ന വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ജീവിതമാണ്. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളത് ബൈബിൾ പറയുന്ന. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ
പൗലോസ്ലീഹ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും, റോമാലേഖനത്തിലാണ്, എല്ലാ നിയമത്തിൻ്റെയും പൂർണ്ണത അത് സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നു. റോമാലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം മറക്കെ വായിച്ചേ. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. അപ്പോൾ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണത്? സ്നേഹത്തിൻ്റെ ജീവിതം. സ്നേഹത്തിന് കോട്ടം വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. എവിടെയും ബന്ധങ്ങളിൽ, നിലപാടുകളിൽ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ. ഇവിടെയാണ് മനുഷ്യർ തോക്കേണ്ടത്, ഇവിടെയാണ് താന്നു കൊടുക്കേണ്ടത്, ഇവിടെയാണ് ചിലപ്പോൾ മിണ്ടാതിരിക്കേണ്ടത്, റെസ്പോണ്ട് ചെയ്യാതിരിക്കേണ്ടത്. അപ്പോൾ അത് സ്നേഹത്തിന് കോട്ടം വരാതിരിക്കാനുള്ള പരിശ്രമം, അതാ വിശുദ്ധ ജീവിതം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഞാൻ പിന്നീട് കുറച്ചുകൂടെ വിശദീകരിക്കാം. അത് സഹായിക്കുന്നത് കൂദാശകളാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറയാം, ഇപ്പം സമയമില്ല, പിന്നെ പറയാം, അടുത്ത സെഷനിൽ പറയാം എങ്ങനെ ഈ കൂദാശകൾ നമ്മെ വിശുദ്ധ ജീവിതത്തിന് സഹായിക്കും. മാമോദീസ മുതലുള്ള അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രക്ഷയിൽ നിലനിൽക്കാനുള്ള, രക്ഷ കിട്ടുമെന്ന ഉറപ്പിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൗദാശിക ജീവിതം നയിക്കണം. ഇത് ഞാൻ വിശദീകരിച്ചിട്ടില്ല, വിശദീകരിക്കാം പിന്നീട്. സാക്രമെൻ്റൽ ലൈഫാണ് രക്ഷയുടെ ഉറപ്പ് തരുന്നത്. സാക്രമെൻ്റൽ ലൈഫ്, അതിൻ്റെ വിശദീകരണം പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഒന്ന്, നമ്മൾ കർത്താവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കണം. രണ്ട്, നമ്മൾ ആ വഴിയിൽ തന്നെ നിൽക്കണം. ഇപ്പോൾ പിന്നീട് കൂദാശ ജീവിതം, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ കർത്താവ് നമുക്ക് തന്ന ഈ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ ഒന്ന് അനുതാപം, വിശ്വാസം, മാമോദീസ, സ്ഥൈര്യലേപനം, അതായത് പരിശുദ്ധാത്മാഭിഷേകം, പിന്നീട് എന്താണ് കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപക്ഷമ, മറ്റ് കൂദാശകളിലൂടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ട ശക്തി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, വൊക്കേഷൻസ്, ദൈവവിളികൾ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷാ ജീവിതം വിശുദ്ധീകരണത്തിനുള്ള വഴിയാണ്. വിശുദ്ധ ജീവിതത്തിന്, ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബജീവിതം. ആ കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാനുള്ളൊരു മീഡിയമാണ്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടാനുള്ള സാധ്യതകളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടരുത്. കുടുംബത്തിൽ കുടുംബത്തിൽ ഇയാൾ അത്ര അഡ്ജസ്റ്റബിൾ അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുക, അങ്ങനെയല്ല. മറിച്ച് പരമാവധി ആ കുടുംബത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വിശുദ്ധ ജീവിതത്തിന് പരിശ്രമിക്കണം. അതുപോലെ തന്നെ പുരോഹിതൻ, എനിക്ക് പൗരോഹിത്യ ജീവിതം എന്താ? എനിക്ക് വിശുദ്ധീകരിക്കപ്പെടാനുള്ളൊരു വഴിയാണ് എൻ്റെ പൗരോഹിത്യ ജീവിതം. മനസ്സിലായില്ലേ? അല്ലാതെ എൻ്റെ വിശുദ്ധിക്ക് കിട്ടിയ അവാർഡല്ല പൗരോഹിത്യ. എനിക്ക് വിശുദ്ധീകരിക്കപ്പെടാനുള്ളൊരു വഴിയാണ് എൻ്റെ വൊക്കേഷൻ. അപ്പോൾ ഇത് എൻ്റെ പൗരോഹിത്യ ജീവിതം എങ്ങനെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു, അതിനനുസരിച്ചാണ് എൻ്റെ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള വചനം ഇതാണ്, ജ്ഞാനം 6:10. വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാവും. വിവാഹ ജീവിതം വിശുദ്ധിയോടെ നിർവഹിച്ചാൽ നിങ്ങൾ എന്താവും? വിശുദ്ധരാവും. പൗരോഹിത്യ ജീവിതം വിശുദ്ധിയോടെ നിർവഹിച്ചാൽ നമ്മൾ പുരോഹിതർ വിശുദ്ധരാവും. നമുക്ക് ഇന്ന് ആരാധനയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം. ആത്മരക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് കിട്ടണം. അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കർത്താവ് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ബോധ്യം തരും. അപ്പോൾ ആ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ മുട്ടുമേ നിന്ന് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹ കർത്താവേ. മാലാഖമാർ
പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. സ്വർഗസ്ഥിൽ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവശക്തനായ ദൈവം ഇതാ നമ്മുടെ കൂടെ. ഈ തിരുസക്രാരിയിൽ, ഈ അരുളിക്കയിൽ ഇതാ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാൻ, നമ്മുടെ കണ്ണുനീരുകൾ തുടയ്ക്കുവാൻ ഇതാ ഈശോ. ആ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തി നമുക്ക് നോക്കാം. ഹൃദയത്തിലേറെ ഈശോയെ സ്നേഹിക്കാം. കാരണം ഇവിടെ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് സ്നേഹം തന്നെയായ ദൈവമാണ്. നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ തൻ്റെ അവസാനത്തുള്ള രക്തം വരെ ചിന്തി നമുക്കായൊരു ബലിയായി തന്നെ തന്ന ആ സ്നേഹമാണ് ഈ അരുളിക്കയിലുള്ളത്. ഇന്നും ജീവിക്കുന്നവനായി വിശുദ്ധ കുർബാനയിൽ സ്വയം വസിച്ചുകൊണ്ട് നമുക്ക് സാമീപ്യവും സൗഖ്യവും നൽകാനായി ഇന്നും ജീവനോടെ നമ്മളോടൊപ്പമായിരിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹിക്കാം. ഈശോയെ, ഈ സമയം ഈ ജപമാലയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളിൽ അങ്ങയുടെ കൃപ ചൊരിയണമേ. കർത്താവേ, ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലവിളികൾ ഉയർത്തുമ്പോൾ, ദൈവമേ, ആ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് ഞങ്ങളെയും ലോകത്തെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിക്കാം. കർത്താവിൻ്റെ വലിയ കാരുണ്യത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നവനായ, നിലവിളികൾ സ്വീകരിക്കുന്നവനായ, കണ്ണുനീർ തുടയ്ക്കുന്നവനായ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ അറിയുന്നവനായ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഈശോയെ എന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. ഓ ജീവിക്കുന്ന ദൈവമേ, ഓ രക്ഷകനായ കർത്താവേ, ഓ പരിശുദ്ധനായ ദൈവമേ, ഓ സർവശക്തനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഓർമ്മ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, 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 ദൈവമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ. സ്തുതിൻ തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. ആമേൻ, ആമേൻ. സ്തുതിൻ തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിലെ. എല്ലാ മഹത്വത്തിനും അങ്ങ് മാത്രം യോഗ്യൻ. മഹിമയിൻ പ്രഭുതാൻ യേശുവേ, മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും ഓ യേശുവേ, യേശുനാഥാ നിൻ ദൈവം,
യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഈശോയെ ചേർന്ന് ആരാധിക്കുന്നു. യേശുനാഥ നീ എൻ ദൈവം, യേശുവേ യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുവേ ആരാധിക്കുന്നു. യേശുനാഥ നീ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് നമുക്ക് ആരാധിക്കാം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എല്ലാ മലാഹമാരോട് വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു. സഭയോട് ചേർന്ന് ഇണങ്ങി ആരാധിക്കുന്ന കർത്താവേ, എല്ലാ രക്തസാക്ഷികളോട് ചേർന്ന് ആരാധിക്കുന്ന ദൈവമേ, ഓ എല്ലാ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് ആരാധിക്കുന്നു. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും എന്റെ കോട്ടയും നീ മാത്രമേ. ഈശോ ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് ഈശോയെ ആരാധിക്കാം. സ്നേഹം തന്നെയായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, എല്ലാ മഹത്വവും ഞങ്ങളങ്ങേ കൈകാലേറ്റുന്നു. അങ്ങാണ് ഞങ്ങളുടെ ഏക രക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ കർത്താവ്, അങ്ങ് മഹോന്നതനായ ദൈവമാണ്, അങ്ങ് സ്നേഹം തന്നെയായ ദൈവമാണ്, അങ്ങ് ഞങ്ങളുടെ ഏക കർത്താവാണ് ദൈവമേ. ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് രാജാവാണ്, അങ്ങ് രാജാവാണ്, രാജാതിരാജനായ കർത്താവാണ്. ഏറ്റുപറയുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിന്റെ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. മഹത്വത്തിന്റെ കർത്താവേ ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു. മഹത്വത്തിന്റെ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. യേശുനാഥ നീ എൻ ദൈവം, ഈശോ യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും കോട്ടയം എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഈശോയെ അവിടുന്നാണ് ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ രക്ഷകയും. കർത്താവെ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടും അങ്ങയുടെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ടും കർത്താവെ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ മാതാവേ, ഈ ദിവ്യകാരുണ്യേശ്വരുടെ മുമ്പിൽ അമ്മയോട് ചേർന്ന് ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അമ്മേ ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ അമ്മ എഴുന്നള്ളി വരണം. ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം അമ്മ ഈശോയുടെ സന്നദ്ധയിൽ സമർപ്പിക്കണമേ എന്ന് നിങ്ങൾ യാചിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള സകല ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവെ അവിടുന്ന് ഈ ലോകത്തിലുള്ള സകല ആത്മാക്കൾക്കും വേണ്ടിയാണ് കാൽവരിയിൽ അവിടുന്ന് ബലിയായി തീർന്നത് എന്ന്. കർത്താവെ ആ ബലിയുടെ യോഗ്യതകൾ ഞങ്ങൾ ഈ സമയത്ത് ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല ആത്മാക്കളുടെ രക്ഷ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാക്കളുടെ രക്ഷ അവിടുന്ന് ഞങ്ങൾക്കായി ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങളെയും കെട്ടുകളെയും അവിടുന്ന് അഴിക്കണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, ഞങ്ങളുടെ ആത്മാക്കളെ അമ്മ കരങ്ങളിൽ വഹിക്കണമേ. ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ആത്മാക്കളെ അമ്മ ഏറ്റെടുക്കണമേ. വിശുദ്ധമായ രീതിയിൽ സകല ആത്മാക്കളും സ്വർഗം പ്രാപിക്കുവാൻ അമ്മ ഈശോയുടെ സന്നദ്ധയിൽ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ജപമാലയിൽ ഞങ്ങളോട് ചേരണമേ എന്ന യാചനയോടുകൂടി ഞങ്ങൾ ഒന്നുചേർന്ന് അമ്മയെ വാഴ്ത്തിപ്പാടുന്നു. സുഗാർദ്രശൂന്യം ഹൃദയം
സ്നേഹത്തിൻ വീഞ്ഞില്ലത്തെല്ലും ശോകാർദ്രശൂന്യം ഹൃദയം സ്നേഹത്തിൻ വീഞ്ഞില്ലതെല്ലും യേശുവിൻ അമ്മേ നീ വരുവേഗം സ്നേഹത്തിൻ്റെ പൂന്തണലേകാൻ. യേശുവിനമ്മേ നീ വരുവേഗം സ്നേഹത്തിൻ്റെ പൂന്തണലേകാൻ. അമല മനോഹരിയമ്മേ അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം, അരികിൽ നീ വരണമേ. അമല മനോഹരിയമ്മേ അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായ സർവേശ്വര കർത്താവേ, നീചമനുഷ്യരും നന്ദിഹീനരും പാപികളുമായ ഈ നടിയങ്ങൾ നിസ്സീവൃതാവാനായ അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈന്മയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമൃതത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരങ്ങളുടെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രിയമണവാട്ടിയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മഹിമയുടെ രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ മൂന്നാം നാൾ
ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാധികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദൈവമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹിയോനോട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യാമാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ 4-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഹമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് മഹിമയുടെ 5-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തെത്തിയ ഉടനെ തൻ്റെ ദൈവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ,
മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കേണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദേവകുമാരനുമാതാവേ, രക്ഷകനൂഴിയംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മല മാതാവേ, കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പനിനീർ സുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്തഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വർലോകത്തിൻ ദ്വാരകമേ, പുലർക്കാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമേന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കീഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗ്ഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പാപം പൊറുക്കിയിടമേ നാഥാ, പാപം പൊറുക്കിയിടമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പ്രാർത്ഥന കേൾക്കിയിടമേ നാഥാ, പ്രാർത്ഥന കേൾക്കിയിടമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണയ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങേ പക്കൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതൃയും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിനെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മനസ്സെ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യാമറിയമേ, ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസ് അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യയുടെ രാജ്ഞി കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങളെന്നും നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിടണമേ. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, സ്തോത്രം. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.